ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് രാവിലത്തെ കുറച്ച് പാത്രം കഴുകലും അതൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചു വരാനായിട്ട് വന്നതാട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല ചൂടുള്ള ദിവസമാട്ടോ. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യം ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല ചൂടുണ്ട്. എന്നാൽ എല്ലാ ദിവസവും വൈകുന്നേരം മഴ കിട്ടണമുണ്ട്, പക്ഷേ രാവിലെ തന്നെ ഭയങ്കര ചൂടാണ്. ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ മഴ വരുമ്പോൾ ഒന്ന് തണുക്കും. വേനൽ പോലെ തന്നെ ചൂടിന് ഇപ്പോഴും കുറവൊന്നുമില്ല കേട്ടോ. അങ്ങനെ വീടൊക്കെ അടിച്ചു വരാമെന്ന് വിചാരിച്ച് ഞാൻ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ മോൾ ഇവിടെ ഉണ്ടല്ലോ, അവൾ ഇന്ന് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ദിവസം കേട്ടോ. അപ്പോൾ അവൾക്ക് ഇന്ന് അവളുടെ സ്വന്തം വീട്ടിലേക്ക് പോകണം. ആൾക്ക് സ്വന്തം വീട്ടിലേക്ക് പോകുകയും വേണം, എന്നാൽ ഇവിടെ നിന്ന് പോകാനായിട്ട് തോന്നണമില്ല, വീട് മിസ്സാവണമുണ്ട്. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലിരിക്കുകയാണ് പുള്ളിക്കാരി. അപ്പോൾ ഞാനിവിടെ അടിച്ചു വരുമ്പോൾ അവരപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കളിക്കണ കേൾക്കാം, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വീട്ടിൽ പോകണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോനും എൻ്റെ ഇളയാളാട്ടത്, അവനും ബ്രദറിൻ്റെ മോളുമാണ്. അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നല്ല ദാഹമുണ്ട് കേട്ടോ. അപ്പോൾ ഷമാമ് വാങ്ങിയിട്ടുണ്ടായി, അത് എന്നാൽ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ചെറിയ ഉരുണ്ട ഷമാമുണ്ടല്ലോ, മറ്റേ മഞ്ഞ കളറുള്ളത്, അതാണ് കൂടുതൽ വാങ്ങാറ്. ഇതിപ്പോൾ വലിയ ഷമാമ് പച്ച കണ്ടപ്പോൾ വാങ്ങിയതാണ്. പക്ഷേ ജ്യൂസ് അടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ഷമാമാണെങ്കിൽ നമ്മളത് നല്ല പഴുത്തതായിരിക്കും, അത് ജ്യൂസ് അടിച്ച് കഴിയുമ്പോൾ നല്ല കൊഴുപ്പ് ഉണ്ടാവാറുണ്ട്. ഇതിന് കൊഴുപ്പ് കുറവാട്ടോ. ഇത് വലിയ ഷമാമാണെങ്കിലും കൊഴുപ്പ് കുറവാണ്. ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ്. അങ്ങനെ പിന്നെ അതൊക്കെ ജ്യൂസ് അടിച്ച് കുടിച്ചു. പിന്നെ ഇന്ന് മീൻ കിട്ടിയേക്കണത് കൊഴുവയാണ്. അപ്പോൾ ഇനി ഇത് ക്ലീൻ ആക്കാനായിട്ട് പോവാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല മീനാണല്ലോ കൊഴുവ, അപ്പോൾ അത് കണ്ടപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിന്ന് റൈസ് കുക്കറിലാക്കി വെച്ചിട്ടാണ് പോയത്. മാങ്ങ ഇട്ടിട്ട് കുറച്ച് കറിയും വയ്ക്കാം, ബാക്കി വറുക്കാമെന്ന് വിചാരിച്ചിട്ട് മാങ്ങയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വറുക്കാനുള്ളത് ഈ ചട്ടിയിൽ തന്നെ മസാല തേച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഈ മസാല തേച്ച മീനിനെ ഈ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കല്ലുപ്പാണ് ഇട്ടത്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് ഇഞ്ചിയുടെ കഷ്ണങ്ങളും വേപ്പിലയും മാങ്ങയുടെ കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് തിളപ്പിക്കാനായിട്ട് വയ്ക്കും. നല്ലൊരു നാടൻ മുളക് ചാറാട്ടോ ഇത്. മാങ്ങയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനത്തെ ചെറുമീനുകൾ ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം, കൊഴുവ അതിട്ട് കൊടുക്കാം. അപ്പോൾ അത് പൊടിമീനാണല്ലോ, അപ്പോൾ ആദ്യമേ തന്നെ ഇട്ട് ഇളക്കി വേവിച്ച് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകും. അപ്പോൾ ഉടഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് തിളച്ച് കഴിഞ്ഞപ്പോൾ ഇട്ട് കൊടുത്തത്. അങ്ങനെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി അതൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ ഈ കറിക്ക് മസ്റ്റായിട്ടും ഉള്ളി അരിഞ്ഞ് താളിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഒരു 5-6 ഉലുവയും പൊട്ടിച്ചിട്ട് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും കുറച്ച് വേപ്പിലയും കൂടി താളിച്ചൊഴിക്കാം. അപ്പോൾ ഇപ്പോഴൊക്കെ നല്ല ചൂടെടുത്ത് ഉരുകണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും നല്ല മഴയായിരിക്കുമെന്ന്. അങ്ങനെ കറിയിലേക്ക് താളിച്ചൊക്കെ ഒഴിച്ച് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ മീൻ ഫ്രൈ ചെയ്യാനൊക്കെ ആയിട്ട് നിന്നു. പിന്നെ മീൻ ഫ്രൈ ചെയ്യലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ദുവാമള കൊണ്ടുപോകാനായിട്ട് അവളുടെ മിച്ചം വന്നിട്ടുണ്ടായി. അങ്ങനെ അവരൊക്കെ പോയി. ഇത് ഒരു 3 മണിയായപ്പോഴാട്ടോ. ഇന്നപ്പോൾ നേരത്തെ തന്നെ മഴയുണ്ട്. അപ്പോൾ രാവിലെ ആ ചൂടെടുത്തത് മുഴുവനും നല്ല മഴ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. നല്ല മഴ തന്നെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായി. പിന്നെ വൈകുന്നേരം ആ മഴയൊക്കെ മാറി കേട്ടോ. ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും മഴയൊക്കെ മാറി. അപ്പോൾ ഞാൻ ടെറസിന് മുകളിലേക്ക് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഈ കരിയിലകളുള്ള കാരണം ഹോൾ അടഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെള്ളം കെട്ടിക്കിടക്കില്ല. അപ്പോൾ അത് കുത്തി കളയാനായിട്ട് ഞാൻ മുകളിൽ കയറിയതാണ്. അപ്പോൾ പിന്നെ അവിടെ നിന്നപ്പോൾ ഇങ്ങനെ കണ്ട കാഴ്ചകളൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്.
ഇങ്ങനെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നിൻ്റെയും ചോട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു നല്ല ഫീലാണല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.